hello, check, check, check.
നമസ്കാരം. കേരള സംസ്ഥാനത്ത് ശാസ്ത്ര സാങ്കേതിക പ്രവർത്തന സംവിധാനം ആരംഭിച്ചിട്ട് 50 വർഷം തികയുന്നു. ഈ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ആദരണീയനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വിശിഷ്ട വ്യക്തികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. സ്വാഗത പ്രസംഗത്തിനായി കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ മെമ്പർ സെക്രട്ടറി ഡോക്ടർ എസ് പ്രദീപ് കുമാർ അവരെ സാദരം ക്ഷണിക്കുന്നു. ആദരണീയ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ, ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഉപാധ്യക്ഷൻ പ്രൊഫസർ കെ പി സുധീർ, സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയ്, സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ പ്രൊഫസർ വി കെ രാമചന്ദ്രൻ, സംസ്ഥാന കൗൺസിൽ അംഗം ഡോക്ടർ വി കെ ദാമോദരൻ, APJ അബ്ദുൽ കലാം ടെക്നിക്കൽ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ MS രാജശ്രീ, ഡോക്ടർ വിജയകുമാർ, കേരള ശാസ്ത്ര പുരസ്കാരം സ്വീകരിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, 34ാമത് കേരള സയൻസ് കോൺഗ്രസ് അവാർഡ് സ്വീകരിക്കാനായി ഇവിടെ എത്തിയിട്ടുള്ള പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് രാവിലെ ഇവിടെ നടന്ന സയൻസ് ടെക്നോളജി വിഷൻ 2050 ചർച്ചയിൽ പാനലിസ്റ്റുകളായും നിർദ്ദേശകരായും ഊർജ്ജസ്വലമായി പങ്കെടുത്ത സുഹൃത്തുക്കളെ, കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ മുൻ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ്, മെമ്പർ സെക്രട്ടറിമാർ, മറ്റുദ്യോഗസ്ഥർ, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഇപ്പോഴും സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, വിവിധ ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഡയറക്ടർമാർ, ശാസ്ത്രജ്ഞന്മാർ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഏറെ സന്തോഷത്തോടെയും അതിലേറെ ആദരവോടെയുമാണ് ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നത്. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മേഖലയുടെ സുവർണ മുഹൂർത്തമാണിത്. 50 വർഷങ്ങൾക്ക് മുമ്പ് 1972 മെയ് 29 ശാസ്ത്ര സാങ്കേതിക കമ്മിറ്റി രൂപീകൃതമാകുമ്പോൾ ഭാരതത്തിലെ ആദ്യ ശാസ്ത്ര സാങ്കേതിക കമ്മിറ്റിയായിരുന്നു ഇത്. പിൽക്കാലത്ത് 2002 അത് സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലായി രൂപാന്തരണം സംഭവിക്കുമ്പോഴും ഇന്ത്യയിലെ തന്നെ ആദ്യ കൗൺസിലുകളിൽ ഒന്നായി. പ്രവർത്തന മികവ് കൊണ്ടും പദ്ധതി ബാഹുല്യം കൊണ്ടും ഗവേഷണ സ്ഥാപനങ്ങളുടെ എണ്ണം കൊണ്ടും ഇന്ത്യയിലെ ഏറ്റവും നല്ല കൗൺസിലുകളിൽ പ്രഥമ സ്ഥാനവും Kscsd ഇന്നും അലങ്കരിക്കുന്നു. സംസ്ഥാനത്തിന്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്നതിൽ ശാസ്ത്രത്തിനുള്ള സ്വാധീനവും പ്രാധാന്യവും കണക്കിലെടുത്ത് ജലം, വനം, പ്രകൃതി, ഗതാഗതം, ഭൗമശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ പഠനങ്ങൾ നടത്തുന്നതിനായി ഗവേഷണ വികസന കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. ഇത്തരത്തിൽ ഗവേഷണ സ്ഥാപനങ്ങളുള്ള ഏക സംസ്ഥാനമാണ് കേരളം എന്ന ഖ്യാതിയും നമുക്ക് സ്വന്തം. 1972 തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇന്ന് 2022 സുവർണ ജൂബിലിയിൽ എത്തുമ്പോൾ 8 ഗവേഷണ വികസന സ്ഥാപനങ്ങളാണ് സംസ്ഥാന കൗൺസിലിന്റെ കീഴിൽ നിലവിലുള്ളത്. ഇതിനിടയിൽ രാജീവ് ഗാന്ധി ജൈവ സാങ്കേതിക വിദ്യാ കേന്ദ്രവും ഭൗമശാസ്ത്ര പഠന കേന്ദ്രവും ഉൾപ്പെടെയുള്ള പല സ്ഥാപനങ്ങളും മറ്റു വിവിധ മന്ത്രാലയങ്ങളിലേക്ക് മാറ്റപ്പെടുകയുമുണ്ടായി. ശാസ്ത്ര പ്രചരണത്തിലൂടെയും ബോധവൽക്കരണത്തിലൂടെയും സംസ്ഥാനത്തിന് ഒരു ശാസ്ത്രീയ അടിത്തറ നൽകുവാൻ ഇക്കാലയളവ് കൊണ്ട് കൗൺസിലിന് സാധിച്ചിട്ടുണ്ട്. അനവധി ഗവേഷണ പഠനങ്ങൾക്കാണ് ഓരോ വർഷവും ധനസഹായം നൽകി വരുന്നത്. വൈവിധ്യമാർന്ന പദ്ധതികളിലൂടെ സംസ്ഥാനത്തെ ശാസ്ത്രജ്ഞന്മാർക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാത്രമല്ല പൊതുജനങ്ങൾക്കും ഉന്നമനം നൽകുവാൻ കൗൺസിലിന് സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഭാവി പ്രവർത്തനങ്ങളുടെ ഒരു മാർഗരേഖ തയ്യാറാക്കുന്നതിനും ജൂബിലി വർഷം അത്യന്തം പ്രവർത്തനക്ഷമമാക്കുന്ന തരത്തിൽ നിർവഹണം നടത്തുന്നതിനും സംസ്ഥാനത്തെ മുതിർന്ന ശാസ്ത്രജ്ഞന്മാരുൾപ്പെടുന്ന ഒരു വിദഗ്ധ സംഘം രാവിലെ ചർച്ച നടത്തുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ വിപുലമായ ഒരു കർമ്മ പരിപാടി പ്രഖ്യാപിക്കുന്നതുമാണ്. ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപവും ഒരു കോമ്പന്റിയത്തിന്റെ രൂപത്തിൽ പുറത്തിറക്കുന്നുണ്ട്. എന്റെ കർത്തവ്യം സ്വാഗതം ആശംസിക്കുന്നതാണ്. അതിലേക്ക് കടക്കുന്നു. ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സർ,
അദ്ദേഹം സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക കൗൺസിലിന്റെ അധ്യക്ഷൻ കൂടിയാണ്. ഏറെ ശ്രദ്ധയോടും കാര്യക്ഷമതയോടാണ് അദ്ദേഹം ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അത് കൗൺസിലിന്റെയും അനുബന്ധ ഗവേഷണ സ്ഥാപനങ്ങളുടെയും കഴിഞ്ഞ നാളുകളിലെ വളർച്ചയിൽ പ്രതിഫലിക്കുന്നുമുണ്ട്. അദ്ദേഹത്തിന് ഏറെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന കൗൺസിലിന്റെ ഉപാധ്യക്ഷൻ പ്രൊഫസർ കെ.പി. സുധീറാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ. ഔപചാരികയുടെ പേരിൽ അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് സംസ്ഥാന ആസൂത്രണ ബോർഡ് ചെയർമാൻ പ്രൊഫസർ വി.കെ. രാമചന്ദ്രനാണ്. സംസ്ഥാന കൗൺസിലിന്റെ സാമ്പത്തിക ആസൂത്രണ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ നൽകുന്ന അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന ഭരണ നിർവഹണത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന ചീഫ് സെക്രട്ടറി ഡോക്ടർ വി.പി. ജോയ് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെയും ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാനത്തെ സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ എം.എസ്. രാജശ്രീയെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിനെ അവിസ്മരണീയമാക്കാനും ഭാവി പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാനും ഇവിടെ എത്തിയിട്ടുള്ള കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാർ, മുൻ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റുമാർ, മെമ്പർ സെക്രട്ടറിമാർ, മറ്റുദ്യോഗസ്ഥർ, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പ്രവർത്തിച്ചിരുന്ന, ഇപ്പോഴും സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ ഗവേഷണ സ്ഥാപനങ്ങളിലെ മേധാവികൾ, ശാസ്ത്രജ്ഞന്മാർ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ തുടങ്ങി ഇവിടെ എത്തിയിട്ടുള്ള ഓരോ മാന്യ വ്യക്തികൾക്കും പ്രത്യേകം സ്വാഗതം ആശംസിക്കുന്നു. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മേഖലയ്ക്ക് എന്നും താങ്ങും തണലുമായ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്ന ദൃശ്യ, ശ്രവ്യ, അച്ചടി മാധ്യമ സുഹൃത്തുക്കളെ എല്ലാം ഇവിടേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. അധ്യക്ഷ പ്രസംഗത്തിനായി കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ ഉപാധ്യക്ഷനും ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ പ്രൊഫസർ കെ.പി. സുധീർ അവർകളെ സാദരം ക്ഷണിക്കുന്നു. Honorable Chief Minister and the President of the Kerala State Council for Science, Technology and Environment, Sri Pinarayi Vijayan, the Vice Chairperson, Kerala State Planning Board, Professor V.K. Ramachandran, Chief Secretary to Government of Kerala, Dr. V.P. Joy, Kscsd State Council Member, Dr. V.K. Damodaran, Vice Chancellor of KTU, Professor M.S. Rajasri, State Council of KCAT members, Executive Committee members, other dignitaries of the dais, awardees, students, my dear colleagues and friends. It gives me great pleasure to join every one of you in celebrating the 50th anniversary of the science and technology in Kerala. As mentioned by earlier speaker, it was on May 29th, 1972, exactly 50 years ago, the Kerala state established the State Committee on Science and Technology and strengthened the center-state partnership in science and technology for development. It was established with the leadership of Sri C. Achyuta Menon, then Chief Minister of Kerala State. It evolved as State Science, Technology and Environment Committee, STEC, in 1984. The well-thought-out process enabled the integration of science and technology for achieving socio-economic development with special emphasis on meeting location-specific needs as well as research and development of appropriate technologies and their adaptation and transfer to the beneficiaries. The 50th anniversary is a wonderful opportunity to celebrate our achievements and to consider how together we can push the boundaries of science even further to tackle the complex issues faced by our world today and into the future, such as a post-pandemic recovery that is more inclusive and resilient both socially and economically. A full-fledged science and technology department was created in the Kerala state in 1987 to facilitate the S&T activities of the state committee, and its focus remained targeted equally on sensitization and scientific awareness creation at the bottom of the pyramid of the society. The State Committee on Science and Technology has undergone several administrative reforms, and in 2002 it was framed as the Kerala State Council for Science, Technology and Environment. With the augmented role of science, technology and innovation, Kscsd focused on modernization, capacity building and creation of employment. During the 50-year period, many S&T institutions were established in the state to address the diverse needs for the state. The chronology of establishment of the institutions are the Center for Development Studies, Thiruvananthapuram in 1972, Electronic Research and Development Center, ERNDCI in 1974, Kerala Forest Research Institute in Thrissur in 1975, Sri Chittra Tirunal Institute of Medical Science and Technology, Thiruvananthapuram, and National Transportation Planning and Research Center in 1976, the Center for Water Source Development and Management, Kozhikode, and Center for Earth Science Studies in 1978,
the Jawaharlal Nehru Tropical Botanical Garden and Research Institute in 1979, the Agency for Non-Conventional Energy and Rural Technology in 1986, the Rajiv Gandhi Center for Development of Education, Science and Technology in 1993, which was later transformed as Rajiv Gandhi Center for Biotechnology in Thiruvananthapuram. The Kerala School of Mathematics was established in 2007 and Srinivasa Ramanujan Institute for Basic Sciences in 2013. The Malabar Botanical Garden and Institute for Plant Sciences was established in 2015. The Institute of Advanced Virology was established in 2020 to conduct state-of-the-art research in the field of virology. The Institute for Climate Change Studies was brought under the Kscsd in 2021. Government also provides grant to institutions like Sophisticated Test and Instrumentation Center in Kscsd, Cochin, Integrated Rural Development Center, Technology Center in Palakkad, and MS Swaminathan Research Foundation Community Agrobiodiversity Center in Wayanad. These research and development institutes were brought under the ambit of S&T umbrella of the Kscsd to facilitate vigorously the cutting-edge research on specific focal areas. The focus of Kscsd and its R&D institutions currently is on research and development in various sectors, capacity building, and catalyzing innovation ecosystem at the state level. The Council, along with other research organizations and universities in the state, has been putting concerted effort towards transforming Kerala as a science-driven knowledge economy. Sir, we had a brainstorming session in the morning and deliberations were focused on specific targets that has to be achieved in 2050. A policy document in this regard will be submitted to the government shortly. I am glad to note that the Kerala Sasthra Puraskaram, a recognition to eminent scientists of Kerala origin for their lifetime contribution to the science and technology for the year 2021 will be distributed by the Honorable Chief Minister today. At this moment of joyfulness, I am glad to announce that the Executive Committee of the Kscsd has decided to recognize the R&D institutions of the Kscsd by bestowing awards for their performance. The Kscsd instituted 2 awards in this line. 1, the Best Performing Institute Award, and 2, the Best Performing Emerging Institute Award. These awards will be given to the R&D institutes under the ambit of Kscsd. These institutions will be chosen after a careful scrutiny of their performance in terms of scientific publications in peer-reviewed journals, PhD guidance, bringing externally funded research projects, undertaking consultancy assignments, infrastructural strengthening, plan fund utilization, development of research-based solutions to societal benefits, and many others. It gives me immense pleasure to announce that the Best Performing Institute Award for the year 2021 goes to Kerala Forest Research Institute, Peachy, and the Best Performing Emerging Institute Award for the year 2021 goes to Malabar Botanical Garden and Institute for Plant Science, Kozhikode. On behalf of the Executive Committee of the Kscsd, I congratulate both KFRI and MBGIPS for grabbing these awards, and I wish them very best in their future endeavors as well. In addition to these institutional awards, the Executive Committee of the Kscsd has decided to institute Kscsd Best Scientist Award in order to recognize their exemplary contributions to the society, the scientific community, and the government in terms of several indices that mark their performance. The best scientists will be awarded a plaque during the Kerala Science Congress every year and a research project grant of 35 lakhs by the Kscsd. Yet another announcement to be made during this Golden Jubilee celebrations is that Kscsd would like to initiate a statewide program involving 3 of our R&D institutions, namely JNTBGRI, KFRI, and MBGIPS, to lead a Green Kerala initiative in tune with the global Trillion Trees initiative worldwide. Nearly 200 flowering plants from Kerala are listed in the IUCN Red List 2020. It is planned to produce saplings of candid species being selected from the IUCN Red List 2020 and will be planted in the forest lands, degraded lands, sacred groves, schools and college gardens, public parks, etc. It is targeted to produce and plant 1 million tree saplings in the next 5 years. It is pertinent to note that the encouragement and the untiring or unstinting support provided by the government of Kerala in nurturing science and technology in the state, and we are thankful to the government. Starting from an allocation of 80 lakhs in 1972, the budget allocation for science and technology has grown up to the tune of 150 crores today, and I am sure that this would increase further in future as well. The government has announced establishment of 4 science parks in the state by allocating 1,000 crores during the 22-23 budget speech.
Further, a global science festival is planned in the month of December 2022, which will portray scientific and technological development, a series of seminars and workshops by world-renowned scientists, scientific exhibitions, etc. The science festival is a 16 crore project and 25% is earmarked by the government for conducting the science festival. Dear friends, together we have facilitated more than 1,000 research and development projects which have spanned the spectrum of research and brought together our government departments, research institutes, universities, non-profit organizations and industry. One of the many strengths of our system is for sure that it was always a dynamic and mutually beneficial partnership between academia and industry. We were able to facilitate early adaptation to new trends, research areas and technologies that had the potential for new insights or to open up new technological pathways. I am sure that the Science and Technology Department, in association with the Kscsd and with the immense support from the Government of Kerala, will be able to perform significantly better and reach newer heights in future. Thank you very much. താങ്ക് യു സർ. കേരളത്തിന്റെ ശാസ്ത്ര സാങ്കേതിക സംവിധാനത്തിന്റെ 50 വർഷത്തെ പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്ത രൂപത്തെക്കുറിച്ച് ഒരു ആമുഖം നൽകുന്നതിനായി കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറായ ഡോക്ടർ VK ദാമോദരൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Honorable Chief Minister, Honorable Dr. VK Ramchandran, Chief Secretary, Engineer Joy, Vice Chancellor Dr. Rajshri, EVP Dr. Sudhir, Member Secretary Dr. Pradeep Kumar and Vijay Kumar. This being a very brief resume of what the compendium is about, I made a brief English note. This celebration here today and the overview of compendium on 50 years of science and technology promotion in Kerala to be released by our Honorable Chief Minister Sri Pinarayi Vijayan is to take stock of how a small state like Kerala could revolutionize the process of development planning to one solidly based on policies that would utilize science and technology not just for the sake of science, but for the welfare of the people. A compendium is a concise history to be remembered. But this word, with its Latin origin, contains an element of weighing what we are looking at. That way, it should actually weigh the experiences of support or suppression and satisfy whether the journey through a hitherto unfamiliar path has been successful or not. More than that, it should be able to suggest the future course based on past experiences and also based on the fast-changing future situations. The persistent pandemic-induced disruptions have slowed down the progress of such an effort by the Compendium Committee. Kerala's S&T promotion over a period of half a century, 30 years as committee and 20 years as council, has very unique distinctions. A number of R&D centers have been established and nurtured, and their support has been utilized continuously for development plans and programs, as well as for tackling unexpected crises that beset people's lives and well-being. Women empowerment to S&T pursuits and higher education have been the maximum in Kerala. Science Congress participation of women has recently been to the tune of 46%. This, I think, is not a percentage achieved nowhere else in the world. The state has always stood first in the country in such matters. Thanks to all chief ministers of Kerala, from Sri EMS Namboodiripad to the present chief minister Sri Pinarayi Vijayan, from Sri C. Achyuthamanan's time,
when the first S&T committee was formed in 1972 to the state S&T policy creation in 77 and beyond, the support to S&T has been growing and now it has peaked. Kerala Science Congress, even as a state-level initiative, has flourished so much that it has no parallel anywhere in the country or elsewhere. Scientific temper and ecological awareness programs, or in a way sensitivity on ecological issues, have grown through very effective levels. It is also seen that many of the state policies like the water policy, industrial policy, energy policy, forest policy, etc., have been adopted by the government, fully utilizing the homegrown scientific knowledge. Panchayat and municipal level planning have utilized resource assessment and planning methodology with continuous interactions with S&T experts and research and training centers that are within. Even in crisis management and communication, during the great floods of 2018 and the COVID hit years of 2020 and 2021, the government and people's leaders bestowed the best of trust in scientific planning and management and also in decentralized decision making. S&T is seen receiving ever-increasing support and utilization rate over the past 5 decades. Of the 26 members who served the first state committee, only 2 are with us now. Among the experts who helped to set up the research institutions and direct the journey into the right course, many of them have left us, yet their commitment and tradition linger on. Luckily, several of those who led the committee and the council are still enthusiastically with us. Their thoughts and efforts also will be part of the final compendium soon to get ready. Today is Sunday. The next Sunday, the whole world will celebrate the 50th anniversary of the first UN Conference on Human Environment, Stockholm, 1972. World Environment Day, annually on June 5th, is to refresh our memory on it. Kerala's S&T initiatives actually started 1 week before this monumental global effort, and we can be proud of it. Worldwide, awareness on the limits of growth and how our consumption pattern is a threat to sustainability is known even to a child in Kerala now. I think the science and technology setup in Kerala has contributed very heavily, not the only contributors, towards this level of achievement. In tomorrow's research scarce scenario, let us hope that our youth, as well as our political leadership, will increasingly look for solutions through S&T. We consider it as a privilege to have been entrusted to work on this compendium. Thank you. Thank you, sir. കേരള സംസ്ഥാനത്തെ ശാസ്ത്ര സാങ്കേതിക പ്രവർത്തന സംവിധാനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. സഹോദരീ സഹോദരന്മാരെ, കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ ശാസ്ത്രവികാസവും സാമൂഹിക മുന്നേറ്റവും സാധ്യമാക്കാൻ സഹായിക്കുന്നതിൽ
ശാസ്ത്രചിന്ത അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ കൗൺസിൽ 50-ാം വയസ്സിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണ് തുടങ്ങിയത് എന്നതും പിന്നിട്ട വഴികൾ എന്താണെന്ന് എന്നുള്ളതും നേരത്തെ ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ശാസ്ത്രത്തെ സംബന്ധിച്ച് ഉയർന്നു വരേണ്ട മാനവികതാധിഷ്ഠിതമായ കാഴ്ചപ്പാടുകൾ ലോകത്തെമ്പാടും ചർച്ച ചെയ്യുന്നൊരു ഘട്ടമാണിത്. ആ സന്ദർഭത്തിലാണ് നമ്മളിവിടെ ഒത്തുചേരുന്നത്. ശാസ്ത്രവികാസം മനുഷ്യനു വേണ്ടിയാവണം എന്ന ചിന്ത ശക്തമാകുന്ന കാലമാണിത്. ശാസ്ത്രത്തിൻ്റെ നേട്ടമായി പ്രതിരോധ മരുന്നുകൾ, വാക്സിനുകൾ ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴും ലോകത്തെ വലിയൊരു വിഭാഗത്തിന് അവ അപ്രാപ്യമാകുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് അത്തരം ചർച്ചകൾ വീണ്ടും പ്രസക്തമാകുന്നത്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ മാത്രം പരിമിതപ്പെട്ടു നിൽക്കേണ്ടതല്ല ആ ചർച്ചകൾ. ശാസ്ത്രത്തിന് വേണ്ടി മാത്രമോ അതോ മനുഷ്യരാശിക്കാകെ വേണ്ടിയോ ആ ഒരു വിശാലമായ തലത്തിലേക്ക് ചർച്ച ഉയരേണ്ടതുണ്ട്. ശാസ്ത്ര നേട്ടത്തെ ധനസമ്പാദനത്തിനുള്ള മാർഗമായും മനുഷ്യരാശി ഇന്നോളം ആർജിച്ച വിജ്ഞാനങ്ങളെ ആകെ സ്വകാര്യ സ്വത്തായും മാറ്റാൻ വെമ്പുന്നവർ ഒരു വശത്ത്, ഓരോ ശാസ്ത്രവിജ്ഞാനത്തെയും മനുഷ്യൻ്റെ ഉന്നമനത്തിനും പുരോഗതിക്കുമായി സാർവത്രികമായി ലഭ്യമാക്കണമെന്ന് ചിന്തിക്കുന്നവർ മറുഭാഗത്ത്. ഇതിൽ ഏതു പക്ഷത്താണ് നമ്മൾ നിൽക്കുക എന്ന ചർച്ച സാർവദേശീയ തലത്തിൽ തന്നെ ഉയർന്നു വരേണ്ടതുണ്ട്. തീർച്ചയായും നമ്മുടേതുപോലൊരു സംസ്ഥാനം മാനവികതയുടെ പക്ഷത്തായിരിക്കും നിലയുറപ്പിക്കുക. ആ നിലപാട് കൂടുതൽ വ്യക്തമാക്കേണ്ട, പ്രചരിപ്പിക്കേണ്ട ഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ കോവിഡ് മഹാമാരിയുടെ സാമൂഹിക പശ്ചാത്തലത്തിൽ ഈ സുവർണ ജൂബിലി ആഘോഷങ്ങൾ കൂടുതൽ പ്രസക്തമാവുകയാണ്. ഇവിടെ പറഞ്ഞു, ഈ കൗൺസിൽ രൂപം കൊണ്ടിട്ട് 50 വർഷമായതിൻ്റെ ചരിത്രം. അതിനും എത്രയോ മുൻപ് നമ്മുടെ നാടിൻ്റെ ശാസ്ത്രാവബോധത്തിൻ്റെ അടിത്തറ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു എന്ന് മാത്രമല്ല, ആ ചിന്താഗതി ഉയർത്തിവിട്ട ശാസ്ത്രാവബോധത്തെ നാം അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. ദൈവദശകം എഴുതിയ മഹാനായ ഗുരുവിൻ്റെ ശിഷ്യൻ തന്നെ എഴുതിയതാണ് സയൻസ് ദശകം എന്ന കൃതി. അതിലെ ഓരോ വരിയിലും ശാസ്ത്രത്തോട് കൈക്കൊള്ളേണ്ട സമീപനമാണുള്ളത്. അതിലുള്ളതെന്തോ അതിൽ അടിത്തറയുള്ള സമീപനം തന്നെയാണ് ഇന്നത്തെ സർക്കാരിൻ്റേത്. ബഹുതരസ്പർശിയായ നമ്മുടെ നവോത്ഥാനത്തിൻ്റെതായ ഒരു ധാര ആത്മീയതയുടെ വഴിയെയും മറ്റൊരു ധാര ഭൗതിക ജീവിത തലങ്ങളിലൂടെയുമാണ് ഒഴുകിയത്. രണ്ടാമത്തെ ധാര
വിദ്യാഭ്യാസത്തിലും ശാസ്ത്രാവബോധത്തിലും ഊന്നി നിന്നു. അങ്ങനെ എത്രയെത്ര ധാരകൾ ചേർന്നായിരുന്നു നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളും അവ തൊടുത്തുവിട്ട മുന്നേറ്റങ്ങളും. അതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ബഹുസ്വരതയുടെ അടിസ്ഥാനം. ഈ അടിസ്ഥാനം തകർത്ത് ഏകതാനതയുടെ ശാസ്ത്രവിരുദ്ധത അടിച്ചേൽപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. അവർ ചരിത്രത്തെയും സംസ്കാരത്തെയും തിരുത്തുകയാണ്. നമ്മുടെ രാജ്യത്ത് വളരെ കാലം മുൻപ് തന്നെ ശാസ്ത്രഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിരുന്നു, ആത്മീയ ഗ്രന്ഥങ്ങളും എഴുതപ്പെട്ടിരുന്നു. ശാസ്ത്രാവബോധവും ഉണ്ടായിരുന്നു, മതവിശ്വാസവും ഉണ്ടായിരുന്നു. അവയെല്ലാം അതാതിൻ്റെ മേഖലകളിലാണ് വ്യാപരിച്ചിരുന്നത്. ഒന്നിനെ അടിച്ചമർത്താൻ മറ്റൊന്ന് ശ്രമിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് സ്ഥിതി എത്രയോ മാറി. ശാസ്ത്രത്തിലും ശാസ്ത്രദർശനങ്ങളിലും തീവ്രതരമായ മതാത്മകതയുടെ വിപൽക്കരമായ കൈകടത്തലുകൾ നമുക്ക് കാണാനാവും. മതഗ്രന്ഥങ്ങളിലുള്ളതാണ് ശാസ്ത്രമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ശാസ്ത്രപ്രതിഭകളുടെ കഠിനാധ്വാനത്തെയും ജനസാമാന്യത്തിൻ്റെ യുക്തിയെയും ഒരുപോലെ അവഹേളിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായി. ജനിതക ശാസ്ത്രവും എയറോനോട്ടിക്സും പ്ലാസ്റ്റിക് സർജറിയും മറ്റും ആധുനിക ശാസ്ത്രത്തിൻ്റെ വികാസത്തെയല്ല, മറിച്ച് നമ്മുടെ പൂർവ്വ സംസ്കൃതിയുടെ ഉൽപ്പന്നമാണ് എന്ന് പറഞ്ഞത് ജനാധിപത്യ സംവിധാനത്തിലെ ഉത്തരവാദപ്പെട്ടവർ തന്നെയായിരുന്നു. ഒരേ സമയം മതവിശ്വാസികളെയും ശാസ്ത്രബോധമുള്ളവരെയും അപമാനിക്കുന്ന തരത്തിലുള്ളതായിരുന്നു ഇത്തരം പ്രസ്താവനകൾ. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 51A അനുശാസിക്കുന്നത് ശാസ്ത്രീയ ചിന്താഗതി വളർത്തേണ്ടത് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും മൗലിക കർത്തവ്യമാണെന്നാണ്. എന്നാൽ ശാസ്ത്രാവബോധം വളർത്താൻ ഭരണഘടനാപരമായി ഉത്തരവാദപ്പെട്ട സ്ഥാപനങ്ങളുടെ തലവന്മാർ അതിനെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ മതാത്മകമായ അവകാശവാദങ്ങളെ അന്ധമായി പിന്തുണക്കുന്ന കാഴ്ചയാണ് നാം ഇന്ന് കാണുന്നത്. ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന ഇത്തരം സമീപനങ്ങൾ ചിരപരീക്ഷിതമായ നമ്മുടെ ജനാധിപത്യത്തെ അപകടത്തിലാക്കാനേ ഉപകരിക്കൂ. ഇത്തരം പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടുകൂടിയാണ് ശാസ്ത്രപ്രചാരണം എന്ന ദൗത്യം ഈ കാലഘട്ടത്തിൽ നാം ഏറ്റെടുക്കേണ്ടത്. ശാസ്ത്രപ്രചാരണത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ശാസ്ത്രത്തെ ജനകീയവൽക്കരിക്കുക എന്നത്. ഭൂരിഭാഗം അറിവുകളും ഇപ്പോഴും അക്കാദമിക് മേഖലയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു ശാഖയാണ് ശാസ്ത്രം. ഗവേഷണങ്ങളിലൂടെ നാം കണ്ടെത്തുന്ന അറിവുകൾ ജനങ്ങളിലെത്തണം. അതൊരു വശം. ശാസ്ത്ര നേട്ടങ്ങൾ സിദ്ധാന്തങ്ങളായി പരിമിതപ്പെട്ടിരിക്കാതെ ജനങ്ങളുടെ ജീവിതാവസ്ഥ മെച്ചപ്പെടുത്താൻ ഉപകരിക്കണം. അത് രണ്ടാമത്തെ വശം. ഈ രണ്ട് തലത്തിലും ശാസ്ത്ര നേട്ടങ്ങൾ
ഉപകരിക്കപ്പെടുന്നുണ്ടോ അതാവണം ഉരക്കല്ല്. ശാസ്ത്രീയമായ അറിവുകളേക്കാൾ പലപ്പോഴും ജനങ്ങൾ വിശ്വസിക്കുക അശാസ്ത്രീയമായ വിവരങ്ങളെയായിരിക്കും. അത് മുന്നിൽ കണ്ടുകൊണ്ടാവണം ശാസ്ത്രപ്രചാരണത്തിൻ്റെ ഉത്തരവാദിത്വം ഈ മേഖലയിലുള്ളവർ ഏറ്റെടുക്കുന്നത്. ജനകീയ മാധ്യമങ്ങളിലൂടെ, ജനകീയ വിദ്യാഭ്യാസ മാതൃകകളിലൂടെ ശാസ്ത്രബോധം വളർത്താനുള്ള വലിയ ചുമതലയാണ് ഇക്കാലത്ത് നാം ഏറ്റെടുക്കേണ്ടത്. ശാസ്ത്രം മനുഷ്യ പുരോഗതിക്കായി ഉപയോഗിക്കപ്പെടണം. അതിൻ്റെ വികാസം സമൂഹത്തിൻ്റെ പൊതുവായ പുരോഗതിക്ക് ആക്കം കൂട്ടണം. യുദ്ധങ്ങളിൽ വർഷിക്കപ്പെടുന്ന ആറ്റം ബോംബുകളായും ജൈവായുധങ്ങളായും ശാസ്ത്രത്തെ മനുഷ്യരാശിക്കെതിരെ പ്രയോഗിക്കുന്ന കാഴ്ച നമ്മുടെ ചരിത്രത്തിലും വർത്തമാനത്തിലുമുണ്ട്. മഹാമാരികളെ തുടച്ചു നീക്കുന്ന മരുന്നുകളായും സമയം ലാഭിക്കുന്ന യാത്രാ സൗകര്യങ്ങളായും വാർത്താവിനിമയ രംഗത്തെ വികാസങ്ങളായും ശാസ്ത്രം നമ്മുടെ പുരോഗമനപരമായ മുന്നേറ്റത്തിന് വഴിവെക്കുന്ന ഉദാഹരണങ്ങളുമുണ്ട്. മാനവികതയെ ഉയർത്തിപ്പിടിക്കുന്ന ഓരോ വ്യക്തിയും ആഭിമുഖ്യം പുലർത്തേണ്ടത് തീർച്ചയായും രണ്ടാമത്തെ തരം അനുഭവങ്ങളോടായിരിക്കും. അത്തരത്തിൽ ചിന്തിക്കുന്നവരെ ശാസ്ത്ര പഠന രംഗത്ത് പ്രോത്സാഹിപ്പിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ്. അങ്ങനെ ശാസ്ത്രത്തെ മാനവിക പുരോഗതിക്കായി ഉപയോഗിച്ചുകൊണ്ട് ഒരു വികസിത സമൂഹം സൃഷ്ടിക്കുക എന്താവണം നമ്മുടെ ലക്ഷ്യം. എന്നാൽ ആ വഴിക്ക് ശാസ്ത്ര സാങ്കേതിക ജ്ഞാനം പ്രായോഗിക പദ്ധതികളായി നാട്ടിൽ നടപ്പാക്കപ്പെടുമ്പോൾ അതിനെ തടയാൻ സ്ഥാപിത താൽപ്പര്യങ്ങൾ ശ്രമിക്കും. അതാവട്ടെ പലപ്പോഴും ശാസ്ത്രത്തിൻ്റെ കപട മൂടുപടം ഇട്ടുകൊണ്ടാവുകയും ചെയ്യും. ഇതിനെതിരെയും ജാഗ്രത പാലിക്കണം. ഏത് വികസനം വരുമ്പോഴും അത് ശാസ്ത്രത്തിനെതിരാണ് എന്ന് വാദിക്കുന്ന ഒരു രീതി ഉള്ളത് അറിയാമല്ലോ. ശാസ്ത്രതത്വങ്ങളുടെ പിൻബലത്തിൽ തന്നെ അതിനെ തുറന്നു കാട്ടാൻ ശാസ്ത്രരംഗത്തുള്ളവർ തയ്യാറാവണം. എങ്കിലേ നമുക്ക് പുതിയ കാലത്തിൻ്റെ വേഗത്തിനൊത്ത് സഞ്ചരിക്കാനാവും. നവകേരള നിർമ്മിതിയിൽ ശാസ്ത്ര സാങ്കേതിക വികാസം എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ലോകം കണ്ടെത്തിയ ആധുനിക വിജ്ഞാനങ്ങളെ നമ്മുടെ സമൂഹ സൃഷ്ടിയിൽ ഉപയോഗിക്കുന്ന രീതി നാം സ്വീകരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മുടെ നാടിൻ്റെ വികസന പ്രശ്നങ്ങൾ സവിശേഷമായി കണ്ടുകൊണ്ട് അവ പരിഹരിക്കുന്നതിനുള്ള അറിവുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും വേണം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനത്തെ സാംശീകരിച്ചുകൊണ്ടുള്ളവയാണ്. ഇത്തരത്തിൽ ശാസ്ത്ര സാങ്കേതിക വികാസത്തെ ജനോപകാരപ്രദമായി ഉപയോഗിക്കേണ്ട കടമ ഒരു ജനാധിപത്യ സർക്കാരിനുണ്ട്. ആ കടമ നിർവഹിക്കുമ്പോൾ അതിനെതിരെ പ്രചാരണം വരാം. അതിനെ പുരോഗതിയിൽ താൽപ്പര്യമുള്ള ശാസ്ത്രപ്രവർത്തകർ തുറന്നു കാട്ടാൻ തയ്യാറാവണം. അത്
സമൂഹത്തിൻ്റെ പൊതുനന്മയ്ക്ക് അത്യാവശ്യമാണ്. കെ-ഫോൺ പദ്ധതി പോലെയുള്ള സാർവത്രിക ഇൻ്റർനെറ്റ് സേവനം എന്ന ആശയം തന്നെ ഇത്തരത്തിൽ ശാസ്ത്ര പുരോഗതിയെ ജനോപകാരപ്രദമാക്കി മാറ്റി തീർക്കുന്നതിൻ്റെ ഉദാഹരണമാണ്. ശാസ്ത്രവികാസത്തിൻ്റെ ഈ നേട്ടങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള നൂതന സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വേണ്ടേ? നമ്മുടെ വരും തലമുറക്ക് അത്തരം നൂതന വിദ്യകൾ ആവശ്യമല്ലേ? ഈ വഴിക്ക് വിശദമായി പരിശോധിച്ചാൽ മനസ്സിലാകുന്നതാണ് സിൽവർ ലൈൻ പോലെയുള്ള വൻകിട പദ്ധതികളുടെ ആവശ്യകതയും. ശാസ്ത്രവികാസത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് ഗവേഷണ മേഖല. വിവിധ മേഖലകളിൽ നാം ആർജിച്ച അറിവുകൾ സംയോജിപ്പിച്ചുകൊണ്ട് നൂതനമായ സാങ്കേതിക വിദ്യകളും ശാസ്ത്രീയമായ അറിവുകളും വികസിപ്പിക്കപ്പെടേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഗവേഷണത്തെ നാടിനുപകാരപ്രദമാകും വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയും. അതിനുതകുന്ന വിധമുള്ള പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണ് സർക്കാർ. അതിൻ്റെ ഭാഗമായാണ് 77 നവകേരള ഡോക്ടറൽ ഫെലോഷിപ്പുകൾ ഈ അടുത്തിടെ വിതരണം ചെയ്തത്. എല്ലാവർക്കും അറിയാം, 150 ഈ വർഷം വിതരണം ചെയ്യണമെന്നാണ് കണ്ടിരുന്നത്. ഈ 77 നിൽക്കാനല്ല പോകുന്നത്. 500 പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുകൾ വിതരണം ചെയ്യണം എന്നതാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ഗവേഷണങ്ങൾ നാടിൻ്റെ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് ഉപകരിക്കുന്നതുകൂടി ആവണം എന്നതുമാണ് ഉയരുന്ന കാഴ്ചപ്പാട്. ബഹുതലസ്പർശിയായ വിഷയ സ്വീകരണം നടത്തുന്ന ഗവേഷകർക്കാണ് ഇപ്പോൾ ഫെലോഷിപ്പുകൾ സമ്മാനിച്ചത്. ഗവേഷണങ്ങൾ അതത് മേഖലകളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കരുത്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഒരാൾക്ക് കാർഷിക മേഖലയിലും ദുരന്ത നിവാരണ മേഖലയിലും കാര്യക്ഷമമായി ഇടപെടാൻ കഴിയും. ഇത്തരത്തിൽ തങ്ങളുടെ ഗവേഷണങ്ങളെ സമൂഹവുമായും സമ്പദ്ഘടനയുമായും ബന്ധിപ്പിക്കുന്നതിന് നമ്മുടെ ഗവേഷക സമൂഹം ശ്രദ്ധ പതിപ്പിച്ചാൽ മാത്രമേ അവ കൊണ്ട് നാടിന് പ്രയോജനമുണ്ടാവും. അങ്ങനെ ശാസ്ത്രത്തെ ജനോപകാരപ്രദമായ ഒന്നാക്കി മാറ്റിക്കൊണ്ട് ജനകീയവൽക്കരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതിൻ്റെ പ്രത്യക്ഷമായ ഒട്ടേറെ ഉദാഹരണങ്ങൾ ഈ വർഷം അവതരിപ്പിച്ച ബജറ്റിൽ തന്നെ കാണാനാവും. കേരളത്തിൽ മെഡിക്കൽ സംരംഭക സ്വഭാവത്തിലുള്ള ഒരു ഇക്കോസിസ്റ്റം സ്ഥാപിക്കുന്നതിന് മെഡിക്കൽ സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളെയും കൂട്ടിയിണക്കി ഒരു മെഡിക്കൽ കൺസോർഷ്യം രൂപീകരിക്കാനാണ് ശ്രമിക്കുന്നത്. തിരുവനന്തപുരത്ത് മെഡിക്കൽ ടെക് ഇന്നൊവേഷൻ പാർക്ക് സ്ഥാപിക്കുന്നതിന് 100 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. UK ബയോബാങ്ക് പോലെയുള്ള അന്താരാഷ്ട്ര മോഡലുകൾക്കനുസൃതമായ മെഡിക്കൽ, കാർഷിക, കന്നുകാലി മേഖലയുമായി ബന്ധപ്പെട്ട ജിനോമിക് ഡാറ്റ സൃഷ്ടിക്കുന്നതിനായി ജിനോം ഡാറ്റ സെന്റർ രൂപീകരിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ഗവേഷണ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ബയോടെക് കമ്പനികൾ ഇവയ്ക്കെല്ലാം ഉപയോഗിക്കാവുന്ന വിധത്തിൽ ഉയർന്ന ശേഷിയുള്ള ഡാറ്റ സെന്റർ സ്ഥാപിക്കുന്നതിന്
500 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത കാലത്തായി അന്താരാഷ്ട്ര തലത്തിൽ ഗവേഷണ രംഗത്ത് ഏറ്റവും ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള ഒരു മേഖലയാണ് മൈക്രോബയോം. മനുഷ്യൻ, മൃഗങ്ങൾ, പരിസ്ഥിതി എന്നിവ തമ്മിലുള്ള പരസ്പര ബന്ധം മനസ്സിലാക്കുന്നതിനുള്ള പ്രധാന താക്കോലാണ് മൈക്രോബയോമുകൾ. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഇവയെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പ്രസക്തി ഏറെ വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് മൈക്രോബയോം പഠന കേന്ദ്രം ആരംഭിക്കുന്നതിന് സർക്കാർ തീരുമാനിച്ചത്. രോഗപ്രതിരോധത്തിനും രോഗചികിത്സക്കും പ്രയോജനകരമാകും വിധത്തിൽ ഭക്ഷണത്തിൻ്റെ ഘടകങ്ങൾ കണ്ടെത്തുന്നതിന് ന്യൂട്രാസ്യൂട്ടിക്കൽ സെൻറ്റർ സ്ഥാപിക്കുന്നതിന് വിശദമായ പദ്ധതി രൂപരേഖ തയ്യാറാക്കാൻ 25 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ശാസ്ത്രീയമായ അറിവുകളെ നാടിൻ്റെ പുരോഗതിക്കായി ഉപയോഗിക്കുക മാത്രമല്ല നാം ചെയ്യുന്നത്, നാളേക്ക് വേണ്ടിയുള്ള ഗവേഷണങ്ങളും ശാസ്ത്ര പഠനവും നടത്തുന്നതിന് സൗകര്യമൊരുക്കുക കൂടിയാണ് ചെയ്യുന്നത്. മനുഷ്യജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാൻ ശേഷിയുള്ള പദാർത്ഥമായി ഗ്രാഫീനെ ലോകം കാണുന്നു. ഒരേ സമയം സുതാര്യവും എന്നാൽ വൈദ്യുതിയുടെ ചാലകവുമായ ഗ്രാഫീന് സവിശേഷമായ പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക്സ്, വ്യവസായം, നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ വലിയ മാറ്റം ഗ്രാഫീന് കൊണ്ടുവരാൻ കഴിയും. ഇന്ത്യ ഇന്നൊവേഷൻ സെന്റർ ഫോർ ഗ്രാഫീൻ എന്ന ഗ്രാഫീൻ ഗവേഷണ പരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് കേന്ദ്ര മന്ത്രാലയം ഭരണാനുമതി നൽകിയിട്ടുണ്ട്. ഇതിനായി 15 കോടി രൂപ ആദ്യഘട്ടത്തിൽ സർക്കാർ നീക്കിവച്ചിരിക്കുകയാണ്. വ്യാവസായികാടിസ്ഥാനത്തിൽ ശാസ്ത്രത്തെ സമീപിക്കാനും ഉൽപാദന മേഖലയുമായി ശാസ്ത്രത്തെ ബന്ധിപ്പിക്കാനും കഴിയണം. അതിനുതകുന്ന വിധമാണ് നേരത്തെ ഇവിടെ പ്രസ്താവിച്ച തരത്തിൽ 1000 കോടി രൂപ ചെലവഴിച്ച് 4 സയൻസ് പാർക്കുകൾ സ്ഥാപിക്കാൻ സർക്കാർ മുൻകൈയെടുക്കുന്നത്. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ വിമാനത്താവളങ്ങൾക്ക് സമീപമാണ് ഈ സയൻസ് പാർക്കുകൾ സ്ഥാപിക്കുക. ഇതുകൂടാതെ ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് സമീപം ഒരു ഡിജിറ്റൽ സയൻസ് പാർക്കും സ്ഥാപിക്കും. ഈ പാർക്കുകളിൽ വ്യവസായ ഗവേഷണ വിദ്യാഭ്യാസ രംഗങ്ങളിൽ നിന്നുള്ള 100 ഉപയോക്താക്കൾക്ക് പ്രത്യേക താമസ സൗകര്യം ഏർപ്പെടുത്തും. മൈക്രോബയോം, ജിനോമിക്സ്, ഫ്ലൂയിഡ് മെക്കാനിക്ക്, ഹൈഡ്രജൻ, പുനരുപയോഗ സാധ്യതയുള്ള ഊർജ്ജ സാങ്കേതിക വിദ്യകൾ, ഓപ്റ്റിക്കൽ സയൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ ഗവേഷണത്തിനുള്ള സൗകര്യമൊരുക്കും. ഈ കേന്ദ്രങ്ങളിൽ ഓരോന്നിനും ഏകദേശം 1 ലക്ഷം ചതുരശ്രടി വിസ്തീർണമുള്ള ഒരു നില വീതം നൽകും. മൊത്തത്തിലുള്ള സൗകര്യങ്ങൾ ക്രമീകരിക്കുന്നതിനായി കേരള സയൻസ് പാർക്ക് കമ്പനി ലിമിറ്റഡ് എന്ന പേരിൽ സിയാൽ മാതൃകയിൽ ഒരു കമ്പനി രൂപീകരിക്കും. 1000 കോടി മുതൽ മുടക്കുന്ന ഈ സയൻസ് പാർക്കുകൾ കേരളത്തിലെ ശാസ്ത്ര മുന്നേറ്റത്തിൽ ഒരു നാഴികക്കല്ലായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തരത്തിൽ ജനോന്മുഖമായ ശാസ്ത്രവികാസം ലക്ഷ്യം വെച്ചാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന് ഈ ഘട്ടത്തിൽ ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്തങ്ങൾ വളരെ വലുതാണ്. ഇതോടൊപ്പം മികവിൻ്റെ കേന്ദ്രങ്ങൾ, സെന്റർ ഓഫ് എക്സലൻസ്, ആ കാര്യത്തിലും സർക്കാർ മുന്നോട്ട് പോവുകയാണ്. യൂണിവേഴ്സിറ്റിയോടനുബന്ധിച്ച് ഒട്ടേറെ മികവിൻ്റെ കേന്ദ്രങ്ങൾ സൃഷ്ടിക്കാൻ നടപടികൾ സ്വീകരിക്കുന്നതാണ്. എന്നാൽ അത് യൂണിവേഴ്സിറ്റിയുടെ നിയന്ത്രണത്തിലുള്ളതായിരിക്കില്ല, സ്വതന്ത്ര പദവിയോടെ തന്നെ പ്രവർത്തിക്കുന്ന മികവിൻ്റെ കേന്ദ്രങ്ങളായിരിക്കും.
സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ കാലത്ത് ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ കൈവരിച്ച നേട്ടങ്ങളെയും നാം മറികടക്കേണ്ട പരിമിതികളെയും ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങളെയും കുറിച്ച് ഒരു വിശദ പരിശോധന നടത്തുന്നത് ഉചിതമാകും. കൗൺസിലിൻ്റെ കീഴിൽ 8 പ്രമുഖ ഗവേഷണ സ്ഥാപനങ്ങളും 3 ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. സ്കൂൾ തലം മുതൽ സർവകലാശാല വരെ കൗൺസിൽ നേരിട്ട് നടപ്പിലാക്കി വരുന്ന വിവിധ ഗവേഷണ പദ്ധതികളുമുണ്ട്. ഇവയെല്ലാം കാലാനുസൃതമായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കാലാനുസൃതമായ പ്രവർത്തനങ്ങൾ നടപ്പാക്കാനാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ചുമൊക്കെ ആരംഭിച്ചിരിക്കുന്നത്. സാംക്രമിക രോഗങ്ങളുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും വലിയ വെല്ലുവിളികൾ ലോകത്താകെ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അവയെ നേരിടാനും അതിജീവിക്കാനുമുള്ള ഉപാധികൾ ലോകത്തിനു മുൻപിൽ അവതരിപ്പിക്കാൻ കഴിയും വിധത്തിൽ കേരളത്തിൻ്റെ ഈ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കണം. അതിന് സർക്കാരിൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാകും എന്ന് ഈ ഘട്ടത്തിൽ അറിയിക്കട്ടെ. ആ പിന്തുണയുടെ തെളിവാണ് ശ്രേഷ്ഠ സെൻറ്റർ ഓഫ് എക്സലൻസ്, സ്റ്റിറപ്പ് എന്നിങ്ങനെ കൗൺസിലിൻ്റെ കീഴിൽ ആരംഭിച്ചിരിക്കുന്ന പുതിയ സംരംഭങ്ങൾ. ശ്രേഷ്ഠ സൂക്ഷ്മ ഗവേഷണങ്ങളിൽ കേന്ദ്രീകരിക്കും. സ്റ്റിറപ്പാകട്ടെ വിജ്ഞാന വ്യാപനത്തിലും ഗവേഷണ വികസന പ്രവർത്തനങ്ങളിലും ബൗദ്ധിക സ്വത്ത് സംരക്ഷണത്തിലുമൂന്നും. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ, സാങ്കേതിക സർവകലാശാലകൾ, വ്യവസായ വകുപ്പ്, വ്യവസായങ്ങൾ എന്നിവയൊക്കെ കൈകോർക്കാനും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും ഇത് വഴിയൊരുക്കും. വികസന പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും ഒരുപോലെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നവകേരള നിർമ്മിതിക്കുള്ള ഒരു കർമ്മ പദ്ധതിയുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അടുത്ത 25 വർഷം കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം വികസിത മധ്യവരുമാന രാഷ്ട്രങ്ങളുടേതിന് തുല്യമാക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അതിനായി ശാസ്ത്ര പുരോഗതിയെയും സാങ്കേതിക വിദ്യയുടെ വികാസത്തെയും ജനോപകാരപ്രദമായി പ്രയോജനപ്പെടുത്തുകയാണ്. ശാസ്ത്രീയമായി ചിന്തിക്കുന്ന ഒരു ജനത നൂതന സാങ്കേതിക വിദ്യകളെ പ്രയോജനപ്പെടുത്തുമ്പോൾ സമാനതകളില്ലാത്ത പുരോഗതിയാകും സമൂഹത്തിന് കൈവരിക്കാൻ കഴിയുക. അതിനുള്ള ഭൗതികവുമായ സാഹചര്യം ഒരുക്കാനാകണം. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങൾ അതിന് ഉതകുന്നതാകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ സുവർണ ജൂബിലി സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം. നന്ദി സർ. കേരളത്തിന്റെ ശാസ്ത്ര സാങ്കേതിക സംവിധാനത്തിന്റെ 50 വർഷത്തെ പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്ത രൂപം ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ശ്രീ VP ജോയ് അവർക്ക് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു. നന്ദി സർ. ഇനി പുരസ്കാരദാന ചടങ്ങാണ്. ആദ്യമായി കേരള ശാസ്ത്ര പുരസ്കാരദാനം. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികച്ച സംഭാവനകളെ അടിസ്ഥാനമാക്കി ശാസ്ത്ര സാങ്കേതിക വകുപ്പും കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലും സംയുക്തമായി പ്രഗത്ഭരായ ശാസ്ത്രജ്ഞർക്ക് അതത് മേഖലകളിൽ പ്രോത്സാഹനം നൽകുന്നതിനായി ആവിഷ്കരിച്ച ഏറ്റവും വലിയ അംഗീകാരമാണ് കേരള ശാസ്ത്ര പുരസ്കാരം.
കേരളത്തിൽ ജനിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദഗ്ധർക്കാണ് ഈ അവാർഡ് നൽകുന്നത്. ശാസ്ത്രജ്ഞരുടെ ആജീവനാന്ത നേട്ടങ്ങളും സംഭാവനകളുമാണ് ഈ അവാർഡിന് ആധാരമായി പരിഗണിക്കുന്നത്. 2 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങിയതാണ് കേരള ശാസ്ത്ര പുരസ്കാരം. പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞനായ പ്രൊഫസർ MS സ്വാമിനാഥന് കൃഷിശാസ്ത്ര ഗവേഷണ മേഖലയിലെ ആജീവനാന്ത ഗവേഷണ നേട്ടം പരിഗണിച്ചും പ്രൊഫസർ താണു പത്മനാഭനെ സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്ര മേഖലയിലെ ആജീവനാന്ത ഗവേഷണ നേട്ടം പരിഗണിച്ചും 2021 കേരള ശാസ്ത്ര പുരസ്കാരം സമ്മാനിക്കുന്നു. പുരസ്കാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു. ആരോഗ്യപരമായ കാരണങ്ങളാൽ പ്രൊഫസർ MS സ്വാമിനാഥൻ അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം അദ്ദേഹത്തിന്റെ മകൾ ഡോക്ടർ മധുര സ്വാമിനാഥൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രൊഫസർ MS സ്വാമിനാഥന് വേണ്ടി 2021 കേരള ശാസ്ത്ര പുരസ്കാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് സ്വീകരിക്കുന്നതിനായി ഡോക്ടർ മധുര സ്വാമിനാഥൻ അവർകളെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ശില്പത്തിന്റെ ശില്പസൃഷ്ടി ശ്രീ കാനായി കുഞ്ഞിരാമൻ. നിത്യവികസ്വരമായ സമൂഹത്തിന്റെ ജൈവരൂപമാണ് ഈ ശില്പം. കേരള സംസ്കാരത്തിന്റെ പ്രതിരൂപമായ അമ്മ ദൈവത്തിന്റെ ത്രികാല പ്രതീകമായ ശിരസ്സുകളും ഇരുകൈകളിലെ ശാസ്ത്ര സൂചകങ്ങളും നമ്മുടെ ചിരന്തന പാരമ്പര്യത്തെയും വികസനത്തെയും പ്രതിഫലിപ്പിക്കുന്നു. 2021 സെപ്റ്റംബറിൽ നമ്മെ വിട്ടുപിരിഞ്ഞ പ്രൊഫസർ താണു പത്മനാഭനുള്ള പുരസ്കാരം സ്വീകരിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ പത്നി ഡോക്ടർ വാസന്തി പത്മനാഭനെ പ്രതിനിധീകരിച്ച് അദ്ദേഹത്തിന്റെ ബന്ധു ശ്രീ അജിത് SN ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ശ്രീ അജിത് അവർകളെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. നന്ദി സർ. അടുത്തതായി ബെസ്റ്റ് പെർഫോമിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡും ബെസ്റ്റ് എമർജിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡുമാണ്. അവാർഡ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഗവേഷണ സ്ഥാപനത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് തൃശൂർ പീച്ചിയിലുള്ള കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ്. KFRAയ്ക്ക് വേണ്ടി പുരസ്കാരം സ്വീകരിക്കുന്നതിനായി KFRAയുടെ പ്രതിനിധിയെ ക്ഷണിക്കുന്നു. മികച്ച രീതിയിൽ ഉയർന്നു വരുന്ന ഗവേഷണ സ്ഥാപനത്തിലുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കോഴിക്കോടുള്ള മലബാർ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് സയൻസസിനാണ്. പുരസ്കാരം സ്വീകരിക്കുന്നതിനായി MBG IPSന്റെ പ്രതിനിധിയെ ക്ഷണിക്കുന്നു. നന്ദി സർ. തുടർന്ന് 34ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൽ തിരഞ്ഞെടുത്ത ബെസ്റ്റ് പേപ്പറിനും പോസ്റ്ററിനുമുള്ള അവാർഡാണ്. പുരസ്കാരം നൽകുന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സവിനയം ക്ഷണിക്കുന്നു. അവാർഡിന് അർഹരായവർ ഇവരാണ്. അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സയൻസ് കാറ്റഗറിയിൽ ബെസ്റ്റ് പേപ്പർ അവാർഡ് സ്റ്റുഡന്റ് കാറ്റഗറി ഗായത്രി M. പുരസ്കാരം നൽകുന്നതിനായി കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ഡോക്ടർ രാമചന്ദ്രൻ അവരെ ക്ഷണിക്കുന്നു. അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സയൻസ് കാറ്റഗറിയിൽ ബെസ്റ്റ് പേപ്പർ അവാർഡ് സ്റ്റുഡന്റ് കാറ്റഗറി ഗായത്രി M, കോളേജ് ഓഫ് അഗ്രികൾച്ചർ. സയന്റിസ്റ്റ് കാറ്റഗറി ഡോക്ടർ ബിനുജ തോമസ് ഫ്രം KCSD തിരുവനന്തപുരം. Agriculture and Food Science category, Best Poster Award, Student Shiva M, Kerala Agriculture University. Scientist category, Archana Chandran, Kerala Veterinary and Animal Sciences University. Biotechnology, Best Paper Award, Student category, Parvati Surendran, Rajiv Gandhi Center for Biotechnology, Thiruvananthapuram. Scientist category, Dr. Muralidharan V, Amrita School of Biotechnology. Biotechnology Best Poster Award, Student category, Neetu Mohan, Rajiv Gandhi Center for Biotechnology, Thiruvananthapuram.
Scientist category, Tazeen Bashir, Integrated Rural Technology Center, Palakkad. Chemical Sciences, Best Paper Award, Student category, Devika SR, Cochin University of Science and Technology. Scientist category, Dr. Srijit SS, Cochin University of Science and Technology. Chemical Sciences, Best Poster Award, Student category, Shilpa KP, Central Marine Fisheries Research Institute. Scientist category, Nitya Mohan, Cochin University of Science and Technology. Engineering and Technology, Best Paper Award, Student category, Thomas John B, School of Engineering, Kscsd, Kochi. Scientist category, Harikrishna Pulikal Parambil, King Mongstech, University of Technology, North Bangkok, Thailand. Engineering and Technology, Best Poster Award, Student category, Matthew Sunil, Cochin University of Science and Technology. Scientist category, Praveen Prasannan, International Center for Free and Open Source Software, Thiruvananthapuram. Best Paper Award, Student category, Ajay SV, CSIR NIIST, Thiruvananthapuram. And Planetary Sciences, Best Paper Award, Shaima MM, Christ College, Iringalakuda. Scientist category, Sumesh RK, National Center for Earth Science Studies, Thiruvananthapuram. Earth and Planetary Sciences, Best Poster Award, Vipin T. Raj, National Center for Earth Science Studies. Scientist category, Anila Alex, Center for Water Resource Development and Management. Fisheries and Veterinary Sciences, Best Paper Award. Fisheries and Veterinary Sciences, Best Paper Award. Student category, Athira PP, Cochin University of Science and Technology. Scientist category, Dr. Jamuna Valsalan, Kerala Veterinary and Animal Sciences University. Fisheries and Veterinary Sciences, Best Poster Award. Student category, Sri Lakshmi X, Central Marine Fisheries Research Institute, Cochin. Health Sciences, Best Paper Award, Student category, Archana MG, Regional Cancer Center, Thiruvananthapuram. Scientist category, Dr. Asha Lakshmi, Regional Cancer Center, Thiruvananthapuram. Health Sciences, Best Poster Award, Ashwati S, Cardiovascular Diseases and Diabetes Biology, Rajiv Gandhi Center for Biotechnology, Thiruvananthapuram. Life Sciences, Best Paper Award, Student category, Vinita A, Rajiv Gandhi Center for Biotechnology, Thiruvananthapuram. Life Sciences, Best Poster Award, Student category, Sri Vidya C, PNCAAH, Kscsd. Scientist category, Jayalakshmi H, Amrita School of Biotechnology. Mathematics and Statistical Sciences, Best Paper Award, Student category, Athira Babu, Cochin University of Science and Technology. Scientist category, Dr. Bindu PP, Government Arts and Science College, Calicut. Mathematical and Statistical Sciences,
Mathematical and Statistical Sciences, Best Poster Award, Student Category, Arya PV, Indian Institute of Science, Education and Research, Pune. Physical Sciences, Best Paper Award, Student Category, Adira Rajan, Department of Physics, University of Kerala. Scientist Category, Subramanian Nambudiri, Varanakota, NIT Calicut. Physical Sciences, Best Poster Award, Student Category, Vidya Lalan, Department of Physics, University of Kerala. Scientist Category, Sharanya Shashi, Union Christian College, Aluva. Scientific Social Responsibility, Best Paper Award, Student Category, Kanagaraj R, Kerala Forest Research Institute, PG, Thrissur. Scientist Category, Dr. Shilpa P, VG, VHSS. Shilpa P, VG, VHSS, Karakulam. Scientific Social Responsibility, Best Poster Award, Student Category, Leah Blue, St. Albert's College, Ernakulam. Scientist Category, Priya Rani M, Kscsd, Jawaharlal Nehru Tropical Botanic Garden and Research Institute. നന്ദി സർ. പ്രഭാഷണത്തിനായി കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ പ്രൊഫസർ വി കെ രാമചന്ദ്രൻ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Respected colleagues and friends, it's really a great honor to be here and to address this meeting to mark the 50th Golden Jubilee celebrations of science and technology in Kerala. My training is in economics, and we recognize modern science and technology to be a direct productive force that pervades all sectors in society and the economy and remolds the conditions of human life. As our Chief Minister had occasion to say in his inaugural address, the development and advancement of science and technology are central to Kerala's future growth. And right now, as you know, we are formulating the 14th five-year plan. Kerala is the only state in the country to continue with the process of economic planning. And the advancement of science and technology are, as has been before, but in a very special new way. I think it is a great priority of the 14th five-year plan. Our understanding in the 14th five-year plan is that if Kerala's present achievements and international fame is based on its achievements in human development, in school education, in health, in different aspects of social justice, we must now use, as the Chief Minister said, we must use these achievements as a springboard for economic growth, for the growth of the productive forces, for the growth of livelihoods,
and for the growth of incomes, particularly from industry, agriculture, and from different forms of income-bearing services. It's a matter of great pride that we were the first state in the country to constitute a state committee for science and technology on the model of the National Committee on Science and Technology. It is also indicative of the kind of priority that government after government in Kerala has accorded to the science and technology in our society and in the process of planning. I think that apart from this emphasis, two sort of underlying assumptions of the plan is one with respect to science and technology is first that in keeping with Kerala's commitment to inclusive development, government policy must ensure that the benefits of science and technology and the benefits of a life in science and technology, not merely the consequences of the application of science and technology to society, but also the benefits that accrue to a human being from participating in scientific and technology as vocations. This benefit reach all sections of society. Secondly, we will continue our interventions to develop the scientific temper among the people, particularly youth. I'll come back to this point because it is a point that was elaborated at some length by the Chief Minister today. And this is of special importance in the present day when the scientific temper in India and Indian society is under threat as never before. We sometime last year in 2021, at the beginning of last year actually, the Planning Board had prepared a report called the Kerala Development Report. A substantial section of this was devoted to science and technology. And we tried to identify, and this was on the basis of wide consultation, certain problems that required special policy attention in this period. These included the weak links between technology research and actual production in the state, concerns of the quality and intensity of research across various levels of education and in science and technology, and inadequate links and arrangements of collaboration between science and technology in institutions within Kerala, between institutions in Kerala and institutions in the rest of the country, and between institutions in Kerala and the rest of the world. A further weakness that was identified was the weak collaboration between industry and applied research institutions. Given these are what we propose, and the approach paper will be put into the public domain in a few weeks, not very long from now, and we hope that we will receive responses from all of you, from as many people as are interested in this field. Our proposal is that the plan focus on building a robust science, technology, and innovation ecosystem in the state, to encourage greater collaboration between academic and research institutions, government and industry, and to encourage stronger links between central and state research institutions in Kerala, and between, as I said, between institutions in the state and elsewhere in India and the world. We also want to broad base the provision of attractive research and learning opportunities in science and technology to students who want to ultimately pursue research careers in science and technology. This must be broad-based. It must reach out to all sections of society. We will, of course, encourage investment in research infrastructure in our research and educational institutions in the state. Our priority as part of this effort to use our human development achievements to improve livelihoods and increase growth. A very important part of that task will have to be met by our institutions of higher education and our institutions of scientific and technological research in the state.
there's an enormous burden of responsibility on these institutions in ushering this transformation in our society. We have called it a high growth society. We have called it a high growth society based on knowledge and knowledge industries and different aspects of knowledge institutions, as that's the term which is used by UNESCO as well. But in this process, in this transformation to a knowledge society, higher education and the institutions of science and technology will play a very important role. We will continue to strengthen research institutions funded directly by the government of Kerala through the Kscsd SE. And I've had the great pleasure and privilege of going to almost all of our science and technology institutes in Kerala in the last few months. And I think that one thing that emerged from the discussions was that everybody believed that these institutes, given all their achievements, had much more ahead of them, that they would benefit from learning from the best practices elsewhere, from encouraging peer reviews in order to evaluate their work and impact, and to sharpen their mandates and focus. We also, as a planning board, we'd also be we're very keen and enthusiastic about these institutions raising project funding from different sources, their own project funding from different sources. Let me go back. The last part of our policy recommendations for the 14th five-year plan relate to the scientific temper. I'm only going to refer to two parts of those, both of which have been referred to in some way in different ways by the Chief Minister. He actually, hearkening back to his inauguration lecture at the 34th Kerala Science Congress, the continuing and dangerous efforts in the country to yoke science to religion. This is one of the greatest threats to the scientific temper. Let me back up a bit. Although the term scientific temper arose in the 19th century, the real thrust, the worldwide popularity of this term came after it was used by Jawaharlal Nehru in the discovery of India. But it was India which gave a sort of worldwide life to the term scientific temper, to the use of the term scientific temper in social and political policy internationally. It was India which gave our society that gave that impetus to the use of the term scientific temper. It is India, and of course it is certainly the only constitution in the world in which scientific temper is included as a duty of the citizen. In such a circumstance, it is both ironic and tragic that today that in our society at a social level, fictitious and tales are being painted as scientific truths, and the proponents of pseudoscience are favored over genuine scientists, even to head institutions, thereby imperiling science. So this part of the struggle against against the attack on the scientific temper must be taken up on a large scale in our society. There's another aspect of developing and encouraging the scientific of the battle against the attack, on scientific temper. As we well know, today Kerala has to meet the challenge of sustainable development in a scientific and rational manner. Infrastructure today must be resilient to climate extremes. Disaster prevention must be ensured in the development process itself and not merely as an afterthought. Climate change brings forth new concerns, for instance, coastal protection, the impact on our agriculture and natural resources. We are one of the biodiversity hotspots of our country, and we have a special responsibility to ensure its preservation and enhancement, while we also monitor changes that are occurring in the environment. Now, having established and asserted our commitment to sustainable development,
one form of attack on the scientific temper, I believe, is to counterpose the task of ensuring sustainability to the task of ensuring growth. This sort of to paint to dismiss the importance of economic growth, or to say that economic growth and the harnessing of science and technology for economic growth is somehow counterposed is somehow at variance with or abhorrent to our objective of ensuring sustainability is a point of view that has far too much currency than it should have. One type of such argument centers around opposition to the so-called so-called linear development, which is often used as a euphemism for roads, railway lines, electricity transmission lines, and oil and gas pipelines. Unfortunately, a modern state with a modern economy cannot be built with a transportation infrastructure that is so weak that it takes hours to travel or more than 12 hours to traverse a few hundred kilometers. So this aspect, the Chief Minister had mentioned that, but I think that's also an aspect of when we assert the scientific temper, we must also assert the need to that the importance of recognizing that sustainability and the application of science and technology and the achievement of economic growth, and in fact I'd say limitless growth, ultimately limitless growth, however you choose to measure it, these are not hostile propositions. Let me wind up here and say that it is necessary that I want to reiterate what the Chief Minister had said at the end, because it's of such importance to our society that we must recognize that today's investments in science and technology, today's investments in our economic growth and economic development, in our infrastructure, are the greatest guarantee of tomorrow, the welfare of tomorrow's welfare, and the greatest guarantee of prosperity for the people of Kerala at large. Once again, may I say how much of a privilege it has been to be associated with the science community in Kerala over these years. And once again, may I congratulate the Kerala Council of Science, Technology and Environment on their efforts, and to salute with respect our community of scientists and technologists in Kerala State. Thank you very much. Thank you, sir. ആശംസാ പ്രസംഗത്തിനായി APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായ ഡോക്ടർ MS രാജശ്രീ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Honorable Chief Minister, who has inaugurated the function, respected dignitaries on the dais, of the dais, ladies and gentlemen. I'm very happy to be part of this function where the 50th year celebration of Kerala State Council for Science and Technology is happening. Science, Technology and Environment is happening. See, we have listened to the Honorable Chief Minister, where he really put a vision-driven development for us, for the state of Kerala. And I'm seeing immense potential for the council to play a prominent role in this. As universities, we also work on research problems, and we do produce publications. Then we have funded research, everything. Now, linking research and development was one of the major points that the Chief Minister made, and this is very
important at this point in time. We have very clear idea of the problems that we have, and it is very important to link the problems when it comes to applied research. In APJ Abdul Kalam Technological University also, we have increased the research scholarships from 13 to 100 in this year's budget, and the primary focus for this will be for thematic research, which will be directly linkable to research, linkable to the problems, the developmental issues, and also development of businesses. In this, one important aspect is promoting interdisciplinary research. There also, the council can play a significant role in bringing up various research teams from the state of Kerala to solve problems which require interdisciplinary competency. So these are some of the immediate things I can think of now as far as the expectations from the council we see from the university. As an emerging university, Kerala Technological University is looking for this as a focus, having thematic focus for research and innovations, and develop the academic and research programs around this rather than building departments which are which will be working as silos and then trying to break the silos to solve interdisciplinary problems. So this form of organic development can be facilitated by the council, and I'm putting a lot of aspirations on the repositioning of the council this year, and we are ready to work with you on this, on several things, not only on research, but policies related to engineering and technology education, and the policies for creating enabling environment in the institutions for fostering innovations and research. I'm thankful to the council for having given this opportunity. Good evening to one and all. Thank you, ma'am. ഈ പരിപാടി അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നന്ദി അർപ്പിക്കുന്നതിനായി കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ കെ വിജയകുമാർ അവരെ സാദരം ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ കെ പി സുധീർ സാർ, ഇന്നത്തെ യോഗത്തിന്റെ മുഖ്യ അതിഥി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ, പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ പ്രൊഫസർ വി കെ രാമചന്ദ്രൻ സാർ, ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയ്, APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ MS രാജശ്രീ, ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർ ഡോക്ടർ വി കെ രാമചന്ദ്രൻ, ബഹുമാനപ്പെട്ട മെമ്പർ സെക്രട്ടറി ഡോക്ടർ S പ്രദീപ് കുമാർ, സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ സഹപ്രവർത്തകരെ, കേരളത്തിലെ ശാസ്ത്ര സാങ്കേതിക പ്രവർത്തനങ്ങളുടെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ ഘട്ടത്തിൽ ശാസ്ത്ര മേഖലകളിലും അതിനെ ഉൾക്കൊള്ളുന്ന സമൂഹത്തിലും സുവ്യക്തമായ കാഴ്ചപ്പാടുകളിലൂടെ ശാസ്ത്ര പ്രചാരണത്തിനും അവബോധം വളർത്തുന്നതിനും വിവിധ ശാസ്ത്ര സാങ്കേതിക സമിതികളും ഡിപ്പാർട്ട്മെന്റും ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലും നിർവഹിച്ച പങ്കിനെക്കുറിച്ചുള്ള സുദീർഘമായ അവലോകനം ഇന്നിവിടെ നടക്കുകയുണ്ടായി. വരും കാലങ്ങളിലെ ശാസ്ത്ര പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം നൽകുന്നതിനും ഈ ചർച്ചകൾ ഉപകരിച്ചു. ഈ സുവർണ ജൂബിലി വർഷം കൂടുതൽ ഊർജ്ജത്തോടെ ശാസ്ത്ര സാങ്കേതിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും നമുക്ക് ഉൾപ്രേരണയാകും എന്നും പ്രത്യാശിക്കുന്നു. നമ്മുടെ ശാസ്ത്ര സാങ്കേതിക പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ കെ പി സുധീർ സാറാണ്. കാര്യക്ഷമമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നതിൽ അദ്ദേഹത്തിന്റെ നേതൃത്വം വളരെയേറെ സഹായിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. ഈ സമ്മേളനത്തിന്റെ മുഖ്യ അതിഥി കേരള മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ, നമ്മുടെ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ പ്രസിഡന്റ് കൂടിയാണ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുന്ന അദ്ദേഹത്തിന് ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെയും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിലുള്ള കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. ശാസ്ത്ര സാങ്കേതിക പ്രവർത്തനങ്ങളുടെ പ്ലാനിങ്ങിലും നടത്തിപ്പിലും കേരള ആസൂത്രണ ബോർഡ് സുപ്രധാനമായ പങ്കാണ് വഹിക്കുന്നത്. അതിന്റെ അമരക്കാരനായ പ്രൊഫസർ വി കെ രാമചന്ദ്രൻ സാറിന്
ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെയും ഈ യോഗത്തിന്റെയും പേരിലുള്ള ഹൃദയംഗമമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. വളരെ തിരക്കേറിയ ഔദ്യോഗിക പ്രവർത്തനങ്ങൾക്കിടയിലും ഈ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും നമ്മളോട് ഇവിടെ വരുവാനും സമയം കണ്ടെത്തിയ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി VP ജോയ് സാറിനും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം സഹകരിക്കുകയും നമ്മളോട് എല്ലാവിധ സഹായവും നമുക്ക് നൽകുന്ന APJ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ബഹുമാനപ്പെട്ട MS രാജശ്രീ അവർക്ക് ഈ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെയും യോഗത്തിന്റെയും പേരുള്ള കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. ഡോക്ടർ VK ദാമോദരൻ സാർ നമുക്ക് മാർഗദർശിയാണ്. കേരളത്തിലെ ശാസ്ത്ര പ്രവർത്തനങ്ങളുടെ ശില്പികളിൽ പ്രധാനിയാണ്. കഴിഞ്ഞ 50 വർഷങ്ങളിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും ക്രോഡീകരിക്കുവാനും അദ്ദേഹം വളരെയേറെ സഹായം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെയും ഈ യോഗത്തിൽ സംഘടിച്ച ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മെമ്പർ സെക്രട്ടറി പ്രൊഫസർ ഡോക്ടർ S പ്രദീപ് കുമാർ സാറാണ്. ഓരോ പ്രവർത്തനത്തിലും പാലിക്കേണ്ട കൃത്യതയും സൂക്ഷ്മതയും അദ്ദേഹം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിസ്സലമായ പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് ഔപചാരികരുടെ പേരിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഈ സദസ്സിലിരിക്കുന്ന ആദരണീയരായ വിശിഷ്ട വ്യക്തികൾ കേരളത്തിന്റെ ശാസ്ത്ര പ്രവർത്തനങ്ങൾക്ക് മുഖ്യ പങ്ക് നിർവഹിച്ചവരാണ്. മുത്തുനായകൻ സാർ, ദത്തൻ സാർ, RBJ മേനോൻ സാർ തുടങ്ങിയ വിവിധ വിശിഷ്ട വ്യക്തികൾ പല രീതിയിലൂടെ തന്നെ ശാസ്ത്ര സാങ്കേതിക കൗൺസിലിന്റെ പ്രവർത്തനങ്ങളിൽ വളരെയേറെ സഹായിച്ചിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓരോ വിധത്തിലും അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ഈ ദിവസം മറ്റെല്ലാ പ്രവർത്തനങ്ങളും മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്ന് ഈ സുവർണ ജൂബിലി ആഘോഷത്തിൽ പങ്കാളികളാകുകയും ശാസ്ത്ര പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്ന ഈ വിശിഷ്ട വ്യക്തിത്വങ്ങൾ വളരെയേറെ ആദരം അർഹിക്കുന്നു. സമയപരിമിതി മൂലം എല്ലാവരുടെയും പേര് പരാമർശിക്കാൻ കഴിയാത്തതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഓരോരുത്തർക്കും ഈ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. ശാസ്ത്ര പുരസ്കാരം അവാർഡ് സ്വീകരിക്കുന്നതിനായി എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഈ യോഗത്തിന്റെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ബെസ്റ്റ് പെർഫോമിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ബെസ്റ്റ് എമർജിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡുകൾ സ്വീകരിക്കാൻ എത്തിയ ഗവേഷണ സ്ഥാപനങ്ങളുടെ മേധാവികൾക്കും അംഗങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. 34ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ അവാർഡ് സാധാരണയായി അതാത് സയൻസ് കോൺഗ്രസ് വെച്ച് കൊടുക്കുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം അതിന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇത്തരം ഒരു സദസ്സിലേക്ക് അത് മാറ്റിവെച്ചത്. ഇതിന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഓരോ അവാർഡീസും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്നത്തെ ഈ യോഗത്തിൽ വളരെയേറെ കാര്യക്ഷമമായി പങ്കെടുത്ത നമ്മുടെ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഡയറക്ടർമാർ, ഗവേഷണ സ്ഥാപനങ്ങളിലെ ശാസ്ത്രജ്ഞന്മാർ, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് എല്ലാവരും ഈ യോഗം, ഈ സമ്മേളനം, ഈ 50 ഗോൾഡൻ ജൂബിലി വാർഷികം വിജയപ്രദമാക്കാൻ പ്രയത്നിച്ചിട്ടുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഉള്ള ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ ശാസ്ത്ര സാങ്കേതിക പ്രവർത്തനങ്ങൾ ഏറ്റവും വിപുലമായി ജനങ്ങളിൽ എത്തിക്കുന്നതിന് സഹായിക്കുന്നവരാണ് നമ്മുടെ മീഡിയ. പ്രിന്റ് ആൻഡ് വിഷ്വൽ മീഡിയ വളരെയേറെ സഹായങ്ങൾ നമുക്ക് നൽകുന്നു. ഈ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ പേരിൽ ഓരോ മീഡിയ മെമ്പേഴ്സിനും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗ് ഇവിടെ നടത്തുവാൻ അവസരം ഒരുക്കി തന്ന, എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലെ മാനേജ്മെന്റിനോടും ഓരോ വ്യക്തികളോടും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഈ പ്രവർത്തനം, ഇന്നത്തെ ഈ സമ്മേളനം, ഈ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾ വിജയപ്രദമാക്കി തീർക്കുവാൻ ഏറെ സഹായിച്ചത് 3 കമ്മിറ്റികളിലെ നേതൃത്വത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിലെ അംഗങ്ങളാണ്. കുറച്ച് ദിവസങ്ങളായി ഈ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും ഇതിനുവേണ്ട എല്ലാ സഹായ സഹകരണവും നൽകുകയും ചെയ്ത ആ 3 കമ്മിറ്റികളെക്കും അതിന്റെ മെമ്പേഴ്സിനും ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ ഇവിടെ എത്തിച്ചേരുകയും ഈ ഇന്നത്തെ ഗോൾഡൻ ജൂബിലി ആഘോഷം വിജയപ്രദമാക്കി തീർക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട്, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി സാർ. ഒരു അവാർഡ് കൂടി കൊടുക്കുന്നതിനായി
പ്രൊഫസർ വി കെ രാമചന്ദ്രൻ അവരെ ക്ഷണിക്കുന്നു. എൻവയോൺമെന്റ് സയൻസസ് ഫോറസ്ട്രി ആൻഡ് വൈൽഡ് ലൈഫ് കാറ്റഗറിയിലുള്ള ബെസ്റ്റ് പോസ്റ്റർ അവാർഡാണ് ഡോക്ടർ ശ്രുതി കെ വി, സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ്, കോഴിക്കോട്. നന്ദി സർ. ഈ പരിപാടി അവസാനിക്കുകയാണ്. ദേശീയ ഗാനം. जनगणमन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव शुभ नामे जागे, तव शुभ आशीष मांगे, गाहे तव जय गाथा, जन गण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे।